ഹായ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും ചോറൊക്കെ കഴിച്ചോ? പിന്നെ ചായയൊക്കെ കുടിച്ചോ? പിന്നെ ഞാൻ എൻ്റെ നാട്ടിൽ പോയായിരുന്നു കേട്ടോ. ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല മീൻ പൊരിച്ചത്, നല്ല കരിമീനും സിലോപ്പിയയും എല്ലാ പച്ചമീനും ഉണ്ട്. എല്ലാ സൈസും നല്ല പച്ച മീനാണ്, ജീവനുള്ള മീനാണ്, നീർമീനൊക്കെ. പിന്നെ കടമീനും കിട്ടും, കായൽ മീനും കിട്ടും. അങ്ങനെ ഇപ്പോഴല്ല പോയി, കുറേ നാളായി പോയിട്ട്, 1 വർഷത്തോളമായി പോയിട്ട്. ഇപ്പം ഇവിടെ വന്ന് ഇപ്പം ഞാൻ തിരുവനന്തപുരത്തല്ലേ താമസിക്കുന്നത്. എൻ്റെ സ്വന്തം സ്ഥലം കായംകുളമാണ്. ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് ചേട്ടനാണെങ്കിൽ കൊഴിയാളയാണ് മേടിച്ചുകൊണ്ട് വരുന്നത്, കൊഴിയാളപ്പൊടി. നമ്മുടെ നാട്ടിൽ ആ മീനിന് പറയുന്നത് കിരിയാനെന്ന് പറയും, ഇവിടെ തിരുവനന്തപുരത്തൊക്കെ പറയും കൊഴിയാളയെന്ന് പറയും. കൊച്ചു കൊഴിയാളപ്പൊടി, അതും വലുതുമല്ല. അന്നേരം ഇത് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞേ, ചേട്ടാ എന്നും കൊഴിയാളപ്പൊടിയാണ് കൊണ്ടുവരുന്നത്, കൂട്ടി വെറുതെ ഈ പൊടി മീനാണ്, എന്തെങ്കിലും ഞുറുക്കുള്ള 2 മീൻ മേടിച്ചുകൊണ്ട് തേട്ടാ എന്ന് പറഞ്ഞു. കഷ്ടമല്ലേ ചേട്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ ഇന്നലെ മങ്കട മേടിച്ചുകൊണ്ട് വന്നു. മങ്കട മേടിച്ചുകൊണ്ട് തന്നിട്ട് എന്നോട് പറഞ്ഞേ, എടി ഇന്നാടി നല്ല മീനാണ്, നിൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം തീരുമെന്ന് പറഞ്ഞു, ഇത് കൂട്ടിയാൽ എല്ലാം മാറുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ മീൻ കൂട്ടിയാൽ എൻ്റെ സങ്കടങ്ങൾ എങ്ങനെയാണ് മാറുന്നതെന്ന് ചോദിച്ചു. അല്ലടി ഇത് മങ്കടയാന്ന് പറഞ്ഞു. എനിക്കിതറിയാം, ഇത് മങ്കടയ്ക്ക് ഇങ്ങനെയൊക്കെ പറയുമെന്ന്, കളിയാക്കി പറയുമെന്ന് എനിക്കറിയത്തില്ല എൻ്റെ ഇത്. അങ്ങനെ പിന്നെ രാവിലെ ഞാൻ ആ മീനെടുത്ത് വെട്ടി കേട്ടോ, ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് രാവിലെ മീനെടുത്ത് വെട്ടിയപ്പോൾ മീൻ പച്ചയാണ്, അതിൽ ഓന്നിരിക്കുന്ന പോലെ. അന്നേരം എനിക്ക് തോന്നി ഈ മീനിന് രുചി കാണത്തില്ല, കറിച്ചവിയൊന്നും കാണത്തില്ലെന്ന് അന്നേരം എനിക്ക് തോന്നി. അങ്ങനെ ഉച്ചയ്ക്ക് മീൻ കറി വെച്ച് പിന്നെ ചെമ്പരത്തി പൂവ് ഉണ്ടായിരുന്നു, നല്ല അടുക്ക് ചെമ്പരത്തി, അത് പിച്ചി, പിന്നെ 2 പച്ചമുളകും 2 കടുക് വറക്കുന്ന ചരടൻ മുളകും കൊച്ചുള്ളി എല്ലാം കൂടെ, കറിവേപ്പില എല്ലാം കൂടെ കടുക് വറുത്ത്, പിന്നെ ഈ ചെമ്പരത്തി പൂ ചെറുതായിട്ട് അരിഞ്ഞ് അതും അതിനകത്തോട്ടിട്ട് മൂപ്പിച്ചെല്ലാം ഇച്ചിരി പുളിയും പിഴിഞ്ഞൊഴിച്ച് രസമാക്കി. വേറെ ഒന്നും ചേർക്കണ്ട അതിന്, മറ്റുള്ള രസം വെക്കുന്ന പോലെ ഇതിന് അങ്ങനെ ഒന്നും ചേർക്കണ്ട. എന്ത് നല്ല രസമാണ് കൂട്ടാനെന്നറിയാം, നല്ലതാണ് കൂട്ടാൻ, നല്ല കളറാണ് അതിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്ത് തോരൻ വെച്ച്. അങ്ങനെ തോരൻ വെച്ച് എല്ലാവരും ഊണ് കഴിഞ്ഞ്, പിന്നെ കറി കൊണ്ട് കൊടുത്തപ്പം കൂട്ടിയിട്ട് പറഞ്ഞടി ഇത് കൊള്ളത്തില്ലല്ലോടി എന്ന് പറഞ്ഞ്, വലിയ രുചിയൊന്നും ഇല്ലല്ലോ, ഇത് കൊള്ളത്തില്ലല്ലോ. ഞാൻ അന്നേരം പറഞ്ഞു, ഇന്നലെ നിങ്ങളല്ലേ പറഞ്ഞേ ഈ മീൻ കുട്ടിയെ എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം തീരുമെന്ന് നിങ്ങളല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞു. ഓ നീ എന്നെ കളിയാക്കുമെന്ന്. ഞാൻ പറഞ്ഞേ, ഇതിപ്പം കൂട്ടിയിട്ട് ഒരു കാശിനും കൊള്ളത്തില്ല, സങ്കടവും തീർന്നില്ല, വിഷമങ്ങളും തീർന്നില്ല. എൻ്റെ വിഷമം തീരണമെങ്കിൽ ചേട്ടാ അടുത്തുള്ള അമ്പലത്തിൽ പോയി കൈയെടുക്കണം, അന്നേരം എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം ദൈവം മാറ്റുമെന്ന് പറയും. ഓ എനിക്ക് കുറേ പറയാനൊക്കെ അറിയാം, നീ കുറേ കളിയാക്കുന്നെന്ന് പറഞ്ഞു ചേട്ടൻ. അങ്ങനെ കുളിച്ചെല്ലാം ഒരുങ്ങി പുറത്തോട്ട് പോയി. എന്നും പുറത്ത് കടയിൽ പോവും, ഒരു ചായ കുടിച്ചില്ലെങ്കിൽ ചില ആൾക്കാർക്കുണ്ട്, കടയിലെ ചായ കുടിച്ചില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. വീട്ടിലെ ചായക്കായ രുചി കടയിലെ ചായക്ക രുചി. അങ്ങനെ ചായ കുടിക്കാൻ പോയി. പിന്നെ ഞങ്ങളുടെ നാട്ടിലെന്ന് വെച്ചാൽ ചക്കയില്ല കേട്ടോ. ഇവിടെ വന്നാൽ ഞാൻ ചക്ക തിന്ന് പഠിച്ചത്. ആദ്യമൊക്കെ എനിക്ക് ചക്ക ഒരു ദിവസം എങ്ങനെ ഞാൻ ഇച്ചിരി എടുക്കത്തുള്ളൂ, എനിക്കിഷ്ടമല്ലായിരുന്നു ചക്ക. എനിക്ക് അത്ര പിടുത്തം, ഞങ്ങൾക്ക് ആർക്കും അത്ര പിടുത്തമല്ലായിരുന്നു. ചേട്ടൻ കഴിക്കും, ചേട്ടൻ ഇവിടെ ഉള്ള ആളല്ലേ, തിരുവനന്തപുരക്കാരനല്ലേ. എനിക്ക് അതുകൊണ്ടാണ്, ഞങ്ങൾക്ക് പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല. തിന്ന് പഠിച്ച് ഈ പ്രാവശ്യം പഴുത്ത ചക്കയും പച്ച ചക്കയും ശരിക്കും തിന്ന്, ഈ പ്രാവശ്യം നല്ല രീതിയിൽ തിന്ന്. അങ്ങനെ ചക്ക താഴെ നിന്ന ചക്കകളെല്ലാം തീർന്ന്. ഇനി മേളിൽ ഒരു 5-6 ചക്ക നിൽപ്പുണ്ട്, അത് ഇടാനും നോക്കത്തില്ല, അങ്ങ് മണ്ടയില. ഞാനെന്ത് ചെയ്തെന്നറിയാം, ഈ ചക്ക ഉള്ള സമയത്തിന് ചക്കക്കുരു എടുത്ത് ഒരു 5 കിലോ ചക്കക്കുരു കാണും, അതെല്ലാം ഈ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു കറിയില്ലാത്ത സമയത്തിന്, ഒന്നുമില്ലാത്ത സമയത്തിന്, പിന്നെ ചക്ക ഇല്ലാത്ത സമയത്തിന് നമുക്ക് 2-3 എടുത്ത് അവിയൽ വെക്കാം, അല്ലെങ്കിൽ തോരൻ വെക്കാം, മെഴുക്ക് പുരട്ടാം, തീയൽ വെക്കാം, എന്തെങ്കിലുമൊക്കെ, അങ്ങനെ എന്തെങ്കിലും ഒരു കറി പോലെ ആക്കുക. അങ്ങനെ ഞാനത് ഒരു 5 കിലോ ചക്കക്കുരു ഇന്ന് ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്ത് തോരൻ വെച്ച്. ഇപ്പം എല്ലാവരും ഒരു ശകലിച്ചയാണ് തിന്നതിൻ്റെ ബാക്കി കുറച്ച് ഇരിപ്പുണ്ട്. അതെ, എന്നോട് പെണ്ണ് പറയും, ആർക്കും വേണ്ടാമേ ചക്കക്കുരു, ഞങ്ങൾക്ക് ആർക്കും വേണ്ട, വയറ്റിനൊന്നും പിടിക്കുന്നില്ല. ഞാൻ പറയും, നിങ്ങൾ ആരും കഴിക്കണ്ട, അതിൻ്റെ ബാക്കി എല്ലാവരും കഴിച്ചതിൻ്റെ ബാക്കി എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കും, ഞാൻ തിന്ന് തീർത്തോളാമെന്നും പറഞ്ഞ്
അത് കുറച്ചും കൂടി ഇരിപ്പുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമായി. ഇപ്പം ചക്ക നിന്ന് പഠിച്ചുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് തന്നെയല്ല, എല്ലാ ആൾക്കാരും പറയുന്നുണ്ട്, കൂടുതലും എല്ലാ ആൾക്കാരും പറയുന്നുണ്ട് ഏത് അസുഖത്തിനും ചക്ക തിന്നാൻ നല്ലതാണ്, ചക്ക തിന്നാൽ ഒരു അസുഖങ്ങളും ഉണ്ടാകത്തില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പം ചക്ക തിന്ന് പഠിച്ചു പോയി കൂട്ടുകാരെ. അതുകൊണ്ട് ചക്കക്കുരു പോലും കളയുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അനിയത്തെ വരെ ചേട്ടത്തിമാരും പിന്നെ ഞങ്ങളുടെ നാട്ടിലുള്ളവർക്കൊക്കെ ചക്കയെന്ന് പറയുന്ന ഒരു ചക്ക വില കൊടുത്താണ് മേടിക്കുന്നത്. വില കൊടുത്താണ് മേടിക്കുന്നത്. 100 രൂപ 200 രൂപ 300 രൂപ ചക്കയുടെ വലിപ്പം അനുസരിച്ചാണ് വില മേടിക്കുന്നത്, കാശ് മേടിക്കുന്നത്. അങ്ങനെയൊക്കെ ഞങ്ങളുടെ നാട്ടിൽ. ഇവിടെ വന്ന ചക്ക കണ്ടത് ഇഷ്ടം പോലെ ചക്ക. പിന്നെ മാങ്ങയുണ്ട് കേട്ടോ, ഞങ്ങളുടെ നാട്ടിൽ ഇഷ്ടം പോലെ മാങ്ങയുണ്ട്, കണ്ടമാനം മാങ്ങയുണ്ട്. എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ പോയാൽ അവിടെ 4 ചുറ്റിനും മാവും പറങ്കാപ്പഴവും എല്ലാം പ്ലാവൊഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട്, വാഴയും അങ്ങനെ എല്ലാം. അവിടെ ഇഷ്ടം പോലെ മാങ്ങ ഉണ്ട്. ഞാൻ പോകുമ്പോഴൊക്കെ പറിച്ചുകൊണ്ട് വരുമായിരുന്നു. അപ്പോൾ ഒത്തിരി നാളായി പോയിട്ട്, ഇപ്പോൾ 1 വർഷം കഴിഞ്ഞെന്ന് തോന്നുന്നു. കഴിഞ്ഞ ഓണത്തിനൊന്നും ഞാൻ പോയില്ല. എല്ലാ വർഷത്തിനും ഓണത്തിന് പോകുന്നേ, ഈ വർഷം കഴിഞ്ഞ വർഷം ഓണത്തിനൊന്നും പോയില്ല. അങ്ങനെ ഒത്തിരി നാളായി എല്ലാവരെയും കണ്ടിട്ടൊക്കെ. പിന്നെ എല്ലാവരും എൻ്റെ ഫോൺ വിളിക്കും, പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നുണ്ട് ദിവസവും. അതുകൊണ്ട് പിന്നെ അവർ കണ്ടുകൊണ്ടിരിക്കുമല്ലേ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ചേട്ടനിപ്പം പുറത്തോട്ട് പോയി, കടയിലോട്ട് പോയി. എന്നും പോവും, ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കുളിച്ച് ഒരുങ്ങിയൊക്കെ കടയിലോട്ട് പോവും. പിന്നെ എല്ലാവർക്കും ഒരു ചായ കുടിക്കണമല്ലോ, കടയിൽ പോയി. ഈ വീട്ടിലെ ചായക്കായ രുചി കടയിലെ ചായ. മിക്ക ആൾക്കാർക്ക് അങ്ങനെ, കടയിലെ ചായ കുടിച്ചില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. അതുകൊണ്ട് ഇപ്പം ചേട്ടൻ പുറത്തോട്ട് പോയി. ചേട്ടൻ പോയ സമയത്തിന് ഇങ്ങനെയിരുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചേട്ടൻ കേട്ടാൽ വഴക്ക് പറയും കേട്ടോ. അവൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിടുന്നെന്നും പറഞ്ഞു. എനിക്കിട്ട് പറയാനൊന്നും അറിയത്തുമില്ല. പിന്നെ പറഞ്ഞേ ഉള്ളൂ, എനിക്കൊന്നും പറയാനൊന്നും സംസാരിക്കാനൊന്നും അത്ര നല്ല ഇതായിട്ട് അറിയത്തില്ല. പിന്നെ ഇത്രയൊക്കെ ഉള്ളു പറയാൻ. ഇനി നമുക്ക് നാളെ കാണാം. ടാറ്റാ.